എത്ര സമുന്നതം ഇന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ടസ്ഥാനം. എത്ര സമുന്നതമിന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ടസ്ഥാനം. അഗ്നിമയന്മാർ ദിവ്യാരൂപികളായതിൽ അത്ഭുതമാർന്നിടുന്നു. എത്ര സമുന്നതം ഇന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ടസ്ഥാനം. കീർത്തിതനത്രേ ഗബ്രിയേലെന്നും ശുദ്ധ മീഖായേൽ പരമോന്നതനും. കീർത്തിതനത്രേ ഗബ്രിയേലെന്നും ശുദ്ധ മീഖായേൽ പരമോന്നതനും. അവരുടെ സാർത്ഥക നാമം തന്നെ, അവരുടെ സാർത്ഥക നാമം തന്നെ തെളിയിക്കുന്നൊരു സത്യമേതല്ലോ. എത്ര സമുന്നതം ഇന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ടസ്ഥാനം. അഗ്നിമയന്മാരും മാലാഖവൃന്ദം മുഴുവനും ഭയഭക്തി ആദരവോടെ സമീപിക്കുന്ന പൗരോഹിത്യ അന്തസ് എത്രയോ സമുന്നതം. വിശുദ്ധ അൽഫോൻസ് ലിഗോരി ഇപ്രകാരം പറയുന്നു: മരണാസന്നനായ ഒരു ക്രിസ്ത്യാനി വിശുദ്ധ മിഖായേൽ മാലാഖയുടെ സഹായം അഭ്യർത്ഥിക്കുമ്പോൾ പരിശുദ്ധനായ മുഖ്യദൂതന് അവന്റെ അടുത്ത് വന്ന് പിശാചുകളെ ഓടിച്ചകറ്റാൻ സാധിക്കും. പക്ഷേ ഒരു പുരോഹിതൻ വന്ന് പാപവിമോചനം നൽകുന്നതുവരെ അവന്റെ അടിമച്ചങ്ങലകളിൽ നിന്നും സ്വതന്ത്രനാക്കാൻ വിശുദ്ധ മിഖായേൽ മാലാഖയ്ക്ക് സാധ്യമല്ല. മാലാഖമാരെ പോലും അസൂയപ്പെടുത്തുന്ന പൗരോഹിത്യത്തിൽ 25 വത്സരങ്ങൾ കൃപയോടെ പൂർത്തിയാക്കിയ ബഹുമാനപ്പെട്ട റോയ് മുകളിൽ പറമ്പിലച്ഛന് ഈ സമൂഹത്തിന്റെ ജൂബിലി ആശംസകൾ. ദൈവകൃപ അച്ഛനെ വഴി നടത്തിയ ഇന്നലകളിലേക്ക് ഭംഗിയോടെ കൃതജ്ഞതയോടെ തെല്ലുന്ന അഭിമാനത്തോടെ ഒന്ന് തിരിഞ്ഞു നോക്കാം. 1971 ഫെബ്രുവരി 4 ജോസഫ് കുട്ടിയമ്മ ദമ്പതികളുടെ 6 മക്കളിൽ ഏറ്റവും ഇളയ ആളായി മുകളേപ്പറമ്പിൽ കുടുംബത്തിൽ ബഹുമാനപ്പെട്ട റോയ് അച്ഛൻ ജനിച്ചു. കർത്താവിൻ്റെ അഭിഷിക്തൻ ആകണമെന്ന മോഹം തൻ്റെ ഹൃദയത്തെ കീഴടക്കിയപ്പോൾ PDC പൂർത്തിയാക്കി 1989 MCBS ലിസ്യു മൈനസ് സെമിനാരിയിൽ ചേർന്നു. തുടർന്നുള്ള പൗരോഹിത്യ സന്യാസത്തിന്റെ പരിശീലന നാൾ വഴികളിൽ കാലിടറാതെ നവസന്യാസം കാഞ്ഞിരപ്പള്ളി നോവിഷേറ്റ് ഹൗസിലും, ഫിലോസഫി ആലുവ കാർമൽഗിരി സെമിനാരിയിലും, റീജൻസി ഷിമോഗയിൽ ഇടുവള്ളിയിലും, തിയോളജി വടവാതൂർ സെമിനാരിയിലും പൂർത്തിയാക്കി. 2000 ആണ്ടിൽ ജനുവരി മാസത്തിന്റെ 1-ാം തീയതി പുതുവത്സരത്തിൽ കർത്താവിൻ്റെ നിത്യ പൗരോഹിത്യത്തിലേക്ക് ബഹുമാനപ്പെട്ട റോയ് മുകളെ പറമ്പിലച്ഛൻ പുതുപ്പിറവി നേടി. പൗരോഹിത്യ ശുശ്രൂഷയുടെ ആദ്യത്തെ 1 വർഷം തൃശൂർ ചെന്നായിപ്പാറ ആശ്രമത്തിൽ അഗതികൾക്കും അനാഥർക്കും കർത്താവിൻ്റെ അനുകമ്പയുടെ മുഖമായി മാറി.
2001 മുതൽ 2005 വരെ ബോംബെയിൽ മഹാകാളി, സഹാർ, അംബോളി, ജോഗേശ്വരി എന്നീ ഇടവകളിൽ വികാരിയായിരുന്നു കൊണ്ട് അജഗണത്തെ കാക്കുന്ന നല്ല ഇടയനായ ഈശോയുടെ നിഴലായി. 2005 മുതൽ 2007 വരെ ബാംഗ്ലൂരിൽ ധർമാരാം കോളേജിൽ ഫോർമേറ്റീവ് സ്പിരിച്വാലിറ്റി ആൻഡ് കൗൺസിലിംഗ് എന്ന വിഷയത്തിൽ മാസ്റ്റേഴ്സ് പൂർത്തിയാക്കി. 2007 മുതൽ 2009 വരെ ലിസ്യു മൈനർ സെമിനാരിയിൽ പൗരോഹിത്യം സ്വപ്നം കണ്ടെത്തുന്ന നിഷ്കളങ്ക ബാല്യങ്ങളുടെ ആത്മീയ പിതാവായി ശുശ്രൂഷ ചെയ്തു. തുടർന്ന് 2009-2010 കാലഘട്ടത്തിൽ കടുവാകുളം മദർ ഹൗസിൽ സോളാപൂർ മിഷൻ സെമിനാരിയിലേക്ക് വേണ്ടി വൈദികാർത്ഥികളുടെ റെക്ടറായി ശുശ്രൂഷ ചെയ്തു. അങ്ങനെ പൗരോഹിത്യത്തിന്റെ 10 കൊല്ലങ്ങൾ പൂർത്തിയാക്കി. തുടർന്നുള്ള 5 കൊല്ലങ്ങൾ 2010 മുതൽ 2015 വരെ മഹാരാഷ്ട്രയിലെ സോളാപൂർ മിഷൻ സെമിനാരിയിൽ ആത്മീയ നിയന്താവായി സേവനം ചെയ്തു. പിന്നീട് 2015 മുതൽ 2019 വരെ പള്ളിക്കത്തോട് ആനിക്കാട് MCBS ആശ്രമത്തിൻ്റെയും 2019 മുതൽ 2022 വരെ പുതുവേലി ആശ്രമത്തിൻ്റെയും സുപ്പീരിയറായി കർത്തവ്യം അനുഷ്ഠിച്ചു. അതിനുശേഷം ദൈവനിശ്ചയത്താൽ 2022 മുതൽ മല്ലപ്പള്ളിയിലെ എമ്മാവൂസ് ധ്യാന കേന്ദ്രത്തിൽ ഈ സ്ഥാപനത്തിന്റെ അഭിമാനതാരകമായി ആത്മാക്കളുടെ രക്ഷയിൽ അത്യന്തം തൽപരനായി സ്വയം മറന്ന് ശുശ്രൂഷ ചെയ്തു വരുന്നു. അച്ഛനോടൊപ്പം ജീവിച്ചവർക്ക് അച്ഛനെക്കുറിച്ച് എന്നും തികഞ്ഞ മതിപ്പാണ്. എത്രയും സ്നേഹം നിറഞ്ഞ റോയിയച്ഛ. വരുന്ന കാലഘട്ടത്തിൽ അച്ഛൻ്റെ പൗരോഹിത്യം അരുവിക്കരയിലെ പനിനീർച്ചെടി പോലെ മുട്ടിടുകയും കുന്തിരിക്കം പോലെ സൗരഭ്യം പരത്തുകയും ലില്ലി പോലെ പൂവണിയുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പൗരോഹിത്യത്തിൽ 25 വത്സരങ്ങൾ കൃപയോടെ പൂർത്തിയാക്കിയ ബഹുമാനപ്പെട്ട റോയ് മുകളിൽ പറമ്പിൽ അച്ഛന് ഈ സമൂഹത്തിന്റെ ജൂബിലി ആശംസകൾ.